ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 സോഷ്യോളജി ഇതാ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ 2025 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള വൺ വേർഡ്സിൻ്റെ ആൻസേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ആദ്യം ഇംഗ്ലീഷിലുള്ളത് നോക്കിയിട്ട് മലയാളത്തിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, നെയിം ദ സോഷ്യോളജിസ്റ്റ് ഹു ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻറ്റ് കാസ്റ്റ്. ഡോമിനൻറ്റ് കാസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരായിരുന്നു? MN ശ്രീനിവാസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഡോമിനൻറ്റ് കാസ്റ്റ് കൊണ്ടുവന്നത് MN ശ്രീനിവാസ് ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ സാൻസ്ക്രിതൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആര് തന്നെയാണ്? MN ശ്രീനിവാസ് തന്നെയാണ്. അപ്പോൾ അതിൽ രണ്ടിൽ ഏത് വേണോ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിളാണ്, ഈസിയാണ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ വേരിയസ് സ്റ്റേറ്റ്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, മീൻസ് ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സിൻ്റെ ആ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പല സ്റ്റേറ്റുകളിൽ പല ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ് ആണ്. ദ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വെയർ ഇൻഡിവിജ്വൽസ് ക്യാൻ ബൈ ആൻഡ് സെൽ തിങ്സ് ആർ നോൺ ആസ് ഡാഷ്. നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റിലുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വിർച്വൽ മാർക്കറ്റ് ആണ് കേട്ടോ. വിർച്വൽ മാർക്കറ്റ്, അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് സാധനങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ വിൽക്കാനും പറ്റുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ എന്താ പറയുക? വിർച്വൽ മാർക്കറ്റ്. നമ്മുടെ ഈ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇത് സൈറ്റുകളുണ്ടല്ലോ, ഓക്കെ, ആപ്സുകളുണ്ടല്ലോ, അത് തന്നെയാണ് സംഭവം വിർച്വൽ മാർക്കറ്റ്. ഓക്കെ, വിർച്വൽ മാർക്കറ്റിന് എക്സാമ്പിളാണ് നമ്മുടെ ആമസോണും ബാക്കി ആപ്സുകൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് തന്നെ നമുക്ക് 2 മാർക്കായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ, ഈ വിർച്വൽ മാർക്കറ്റ്. ഇനി നാലാമത്തെ ചോദ്യം, പിക്ക് ദ വൺ വിച്ച് വെയർ നോട്ട് എ ബ്രിട്ടീഷ് പ്രസിഡൻസി. ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ബ്രിട്ടീഷ് പ്രസിഡൻസി അല്ലാത്തതെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഡൽഹിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡൽഹിയാണ്. ഓക്കെ, ഡൽഹിയാണ് നമ്മുടെ ബ്രിട്ടീഷ് പ്രസിഡൻസി അല്ലാത്തതായിട്ട് വരുന്നത്. ഇനി സോഷ്യോളജി ടീച്ച് അസ് ഹൗ ടു ലുക്ക് ഇൻ ടു അവർ സെൽസ് ഫ്രം ദ ഔട്ട് സൈഡ്. ദിസ് ഈസ് നോൺ ആസ് ഡാഷ്. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, +1 മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. ആൻസർ വരുന്നത് സെൽഫ് റിഫ്ലക്സിവിറ്റി അല്ലേ. ഓക്കെ, സെൽഫ് റിഫ്ലക്സിവിറ്റി. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നില്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. ഓക്കെ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. ഓക്കെ, നമ്മുടെ ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൊണ്ടുവന്നത്. അതിനെ തന്നെ ടൈലറിസം എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തന്നെ 2 മാർക്കായിട്ടും 4 മാർക്കായിട്ടും എന്താണ് ടൈലറിസം എന്ന് ചോദിക്കാറുമുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതാ വൺ വേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഏഴാമത്തെ ചോദ്യം, ദ അഗ്രസീവ് ചൗവിനിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡൻറ്റിറ്റീസ് കോൾഡ് ഡേഷ്. ഇത് നിങ്ങൾ PYQs നോക്കിയാൽ പലയിടത്തും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് വൺ വേർഡ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് കമ്മ്യൂണലിസം ആണ്. ഓക്കെ, കമ്മ്യൂണലിസം. ഓക്കെ, നമ്മുടെ അഗ്രസീവ് ചൗവിനിസം മീൻസ് ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റി, മതപരമായിട്ടുള്ള ഒരു സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അഗ്രസീവ് ചൗവിനിസത്തെയാണ് നമ്മൾ കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. ഇനി വിച്ച് അമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് മാർക്ക് ദ ലോവസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ. ഏറ്റവും കുറവ് ചൈൽഡ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരമായിട്ട് വരുന്നത് പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബാണ് നമുക്ക് ഓപ്ഷൻ എ, പഞ്ചാബാണ് ആൻസർ വരുന്നത്. ഇനി 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അഗ്രേറിയൻ മൂവ്മെൻറ്റ്. നമ്മുടെ 15ാമത്തെ ചാപ്റ്ററില്ലേ, ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അഗ്രേറിയൻ മൂവ്മെൻറ്റിന് എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. ഉത്തരം വരുന്നത് തെഭാഗ മൂവ്മെൻ്റ് ആണ് കേട്ടോ. തെഭാഗ മൂവ്മെൻറ്റ്, ഓപ്ഷൻ സി തെഭാഗ മൂവ്മെൻ്റ് ആണ്. ഇനി ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്ന നമ്മുടെ 10ാമത്തെ ചോദ്യമാണ് ദ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് ദ ട്രൈബൽ ഗ്രൂപ്പ് ഖാസീസ് ഈസ് നോൺ ആസ് ഡേഷ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ചോദ്യമാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഖാസി എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം, രാഷ്ട്രീയ വ്യവസ്ഥിതി, അതിനെ എന്താ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം വരുന്നത് ദർബാർ ഖുർ എന്നാണ് കേട്ടോ. ഓക്കെ, ദർബാർ ഖുർ എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ദർബാർ ഖുർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇത് ഏത് ചാപ്റ്ററിലേതാണെന്ന് കൂടി പറഞ്ഞുതരാം. നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. അപ്പോൾ ആ ഒരു ചാപ്റ്ററിനകത്താണ് ഇത് വരുന്നത്. പഞ്ചായത്തി രാജ് ഇൻ ട്രൈബൽ ഏരിയാസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. ആ ഒരു ടോപ്പിക്കിനകത്താണ് ഈ ഒരു കാര്യം വരുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്, അത് എല്ലാവരും നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി നമുക്ക് മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. 1ാമത്തെ ചോദ്യം, പ്രബല ജാതി എന്ന ആശയം അവതരിപ്പിച്ച സമൂഹശാസ്ത്രജ്ഞൻ്റെ പേര് എഴുതുക എന്നുള്ളതാണ്. പ്രബല ജാതി എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചത് MN ശ്രീനിവാസ് ആയിരുന്നു കേട്ടോ. MN ശ്രീനിവാസനാണ് എന്താണ് പ്രബല ജാതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ സംസ്കൃതവൽക്കരണം, ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതും MN ശ്രീനിവാസാണ്. അപ്പോൾ രണ്ടിലും ഏത് വേണോ നമുക്ക് ചോദ്യമായിട്ട് ഇതുപോലെ വരാറുണ്ട്. 2ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തെ
വൈവിധ്യത്തിൻ്റെ ഉദാഹരണം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യത്തിനാണ് ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. വിവിധ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന വ്യത്യസ്ത ഭാഷകൾ അല്ലേ, പല ഭാഷകളാണ് നമുക്ക് ഇന്ത്യക്കകത്തുള്ളത്. അപ്പോൾ അതാണ് സാംസ്കാരിക വൈവിധ്യത്തിന് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം, വ്യക്തികൾക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്തെന്നാണ് അറിയപ്പെടുന്നത്? വിർച്വൽ മാർക്കറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വിർച്വൽ മാർക്കറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനും ചോദിക്കാറുണ്ട് വിർച്വൽ മാർക്കറ്റിനെ പറ്റിയിട്ട്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് പ്രസിഡൻസി അല്ലാതിരുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ബ്രിട്ടീഷ് പ്രസിഡൻസി അല്ലാത്തത് ഏതാണ് ഉത്തരം? നമ്മുടെ ഡൽഹിയാണ് വരുന്നത്. ഓക്കെ, ബോംബെ, കൽക്കട്ട, മദ്രാസ് ഒക്കെ ബ്രിട്ടീഷ് പ്രസിഡൻസി ആയിരുന്നു. ഇവിടെ ഡൽഹിയാണ് ബ്രിട്ടീഷ് പ്രസിഡൻസി അല്ലാത്തതായിട്ട് വരുന്നത്. ഇനി 5ാമത്തെ ചോദ്യം, പുറമേ നിന്ന് നമ്മെ എന്താണ് എങ്ങനെ വീക്ഷിക്കണമെന്ന് സമൂഹശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ഡാഷ് എന്നറിയപ്പെടുന്നു. നിങ്ങൾ +1 മുതലേ പഠിക്കുന്നതാണിത്. ഏതാണ്? നമ്മുടെ സ്വയം പ്രതിപതനം, സെൽഫ് റിഫ്ലക്സിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലേ. ഓക്കെ, അത് തന്നെ 2 മാർക്കായിട്ടൊക്കെ വരാറുണ്ട്. ഇനി 6ാമത്തെ ചോദ്യം, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ശാസ്ത്രീയ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈലറിസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ ആണ് അത് കൊണ്ടുവരുന്നത്. ഇതൊരു 2 or 4 മാർക്കിനോ എന്താണ് ടൈലറിസം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ ആ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. മതപരമായ സ്വത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആക്രമണ ഉത്സുകമായ സങ്കുചിത്വത്തെ എന്താണ് വിളിക്കുന്നത്? ഇതെന്താ? വർഗീയതയാണ് കേട്ടോ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് കമ്മ്യൂണലിസമാണ്, വർഗീയതയാണ്. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു 1 വേർഡാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വർഗീയതയാണ് ഉത്തരമായിട്ട് വരുന്നത്. 8ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശിശുലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബിലാണ് ഏറ്റവും കുറവ് ശിശുലിംഗാനുപാതം കാണപ്പെടുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, കാർഷിക പ്രസ്ഥാനത്തിൻ്റെ ഉദാഹരണം ഏത്? ഇത് നമ്മുടെ 15ാമത്തെ ഏറ്റവും അവസാനത്തെ പാഠമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 1 വേർഡാണ്. കാർഷിക പ്രസ്ഥാനത്തിന് അവിടെ ഉദാഹരണമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. തേഫാഗ പ്രസ്ഥാനം. ഓക്കെ, തേഫാഗ പ്രസ്ഥാനമാണ് കാർഷിക പ്രസ്ഥാനത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യം, ഗോത്ര വിഭാഗമായ ഖാസികളുടെ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനം ഡേഷ് എന്നറിയപ്പെടുന്നു. എന്തെന്നാണ് ഇത് അറിയപ്പെടുന്നത്? ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ദർബാർ ഖൂർ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ദർബാർ ഖൂർ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ, നമ്മുടെ പഞ്ചായത്തി രാജിനെയൊക്കെ പറ്റി പഠിക്കുന്ന 10ാമത്തെ ചാപ്റ്ററിനകത്തു നിന്നാണ് ഈ ഒരു 10ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിച്ചത് നോക്കിയിട്ട് പോവുക. ഓക്കെ.